ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം എന്താണ് എയർ ഡ്രോപ്പ് എന്ന് നിങ്ങൾക്ക് പലർക്കും പരിചയപ്പെടുത്തുകയും ഒരു എയർ ഡ്രോപ്പ് പ്രൊജക്റ്റ് എങ്ങനെ ആയിക്കൂടാ എന്നുള്ളതിന് മാതൃകയാവുകയും ചെയ്ത പ്രൊജക്റ്റായ ഹാംസ്റ്റർ കോമ്പാറ്റ് കളത്തിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. സെപ്റ്റംബർ മാസം 26 TGയും അതുപോലെ തന്നെ എയർ ഡ്രോപ്പും നടത്തും എന്നാണ് നിലവിൽ അനൗൺസ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വന്നാൽ കാണാൻ പറ്റും. സെപ്റ്റംബർ 26, 2024 ഇപ്പോൾ ലിസ്റ്റിംഗ് ആവുമെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പേഴ്സണലി ഞാൻ ഇനി എന്താണ് ഈ എയർ ഡ്രോപ്പിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യവുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എയർ ഡ്രോപ്പ് ഫാമിംഗ് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് ആയിട്ടുള്ള 1K ലൈക്സ് കംപ്ലീറ്റ് ചെയ്യുക. എന്നാലായിരിക്കും ഇതുപോലുള്ള വീഡിയോസിനെ നമുക്ക് ഒരു പ്രോത്സാഹനം കിട്ടുക. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലായിരിക്കും നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസ് കിട്ടുക. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തതാണ്. എല്ലാ അപ്ഡേറ്റ്സ് നമ്മളോട് പോസിറ്റീവ് നിങ്ങൾ അറിയാതെ പോകുന്നത് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും വേണ്ടവർക്ക് അവിടെ ജോയിൻ ചെയ്ത് എല്ലാ അപ്ഡേറ്റ്സും കൃത്യസമയത്ത് അറിയാവുന്നതാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് തന്നെ പറയാം, ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഫ്രാങ്ക് ആയിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആണ്. അല്ലാതെ നോർമൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ പോലെ അടിപൊളി പ്രൊജക്റ്റ് ഇനി അങ്ങോട്ട് നമ്മൾ പൊളിക്കും, ഇനി അടിപൊളിയാണ്, ഇനി പൈസ അങ്ങോട്ടുള്ള കളിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഇത് അനലൈസ് ചെയ്യുമ്പോൾ എന്താണോ കോമൺ സെൻസ് വെച്ച് എനിക്ക് മനസ്സിലാവുന്നത് ആ ഒരു കാര്യമാണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് അടുത്ത മാസം 26 എന്ന് പറയുന്ന ഡേറ്റ് ഹാംസ്റ്റർ കോമ്പാറ്റ് ചൂസ് ചെയ്തത് എന്നുള്ളതാണ്. ഓക്കെ, ഓൾറെഡി നമുക്കറിയാം റോഡ് മാപ്പിൽ ജൂലൈ മാസം TG പറഞ്ഞതാണ്, അത് പിന്നീട് മാറ്റി. ഇവർ പറയുന്ന സെപ്റ്റംബർ 26 എന്നൊരു ഡേറ്റ് എവിടെയും റോഡ് മാപ്പിലോ അതുപോലെ തന്നെ ഇവരുടെ വൈറ്റ് പേപ്പറിലോ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് പലർക്കുള്ള ഡൗട്ട് ആദ്യം തന്നെ ക്ലിയർ ചെയ്തിട്ട് പോകാം. ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ടാവും എന്തിനാണ് ഞാൻ എപ്പോഴും നെഗറ്റീവ് മാത്രം പറയുന്നത് എന്നുള്ള കാര്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹാംസ്റ്റർ കോമ്പാറ്റ് എൻ്റെ ശത്രുവല്ല. എനിക്ക് ഹാംസ്റ്റർ കോമ്പാറ്റ് കൊണ്ട് ഒരു ദോഷവും ഉണ്ടായിട്ടില്ല. ഞാൻ ഈ ഹാംസ്റ്റർ കോമ്പാറ്റിന് നല്ലത് എന്ന് പറഞ്ഞ് നിൽക്കും തോറും എനിക്ക് വ്യൂസ് കിട്ടുന്നത് കൂടുകയുള്ളൂ. ഇപ്പോൾ ഞാൻ വീഡിയോസ് ചെയ്യുന്നതോറും ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറയുന്ന ടോപ്പിക് ട്രെൻഡിങ് ആയി നിൽക്കും തോറും എനിക്ക് വ്യൂസ് കൂടുകയുള്ളൂ. അതുകൊണ്ട് ഞാനിതിന് നല്ലത് പറഞ്ഞാലാണ് എനിക്ക് കൂടുതൽ വ്യൂസ് കിട്ടുക. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ മലയാളി യൂട്യൂബേഴ്സ് അടക്കം എല്ലാ യൂട്യൂബേഴ്സും ഇതിനെ പോസിറ്റീവ് മാത്രം പറയുന്നത്. കാരണം നെഗറ്റീവ്സ് എല്ലാം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. പിന്നീട് ആ ടോപ്പിക്ക് വെച്ച് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റില്ല വ്യൂസ് കൊണ്ട്. അതുകൊണ്ട് തന്നെ മലയാളീസ് അടക്കം ആരും ഓപ്പൺ ആയിട്ട് അവരുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താണ് സംഭവം എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറയാറില്ല. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം പലരും എനിക്ക് അയച്ചു തരുന്നുണ്ട്. എന്നിട്ട് എന്താണ് ബ്രോ ഇവരിങ്ങനെ പറയുന്നത്, നിങ്ങൾ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആണല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട എത്ര ഉള്ളൂ, നിങ്ങൾക്ക് കോമൺ സെൻസ് യൂസ് ചെയ്ത് എന്താണോ മനസ്സിലാവുന്നത് അത് വിശ്വസിക്കുക. അല്ലാതെ ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ വേറെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് പറയുന്നതോ ഒന്നും വിശ്വസിക്കേണ്ട. ഓക്കെ, എന്തുകൊണ്ട് ഇത്ര തിരക്കിട്ട് ഡേറ്റ് അനൗൺസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ കാരണം എന്തായിരിക്കും എല്ലാവർക്കും ഇപ്പോൾ തന്നെ ഗസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഡോഗ്സിൻ്റെ എയർ ഡ്രോപ്പ് നമുക്ക് കിട്ടിയപ്പോൾ തൊട്ട് വളരെയധികം നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഹാംസ്റ്റർ കോമ്പാറ്റിന്. അവരുടെ പകുതിയോളം യൂസേഴ്സ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ബോട്ടിൽ നമുക്ക് പകുതിയിലധികം യൂസേഴ്സും ഹാംസ്റ്റർ കോമ്പാറ്റ് നിർത്തിപ്പോയി. അതും ഹാംസ്റ്റർ കോമ്പാറ്റ് വലിയ രീതിയിൽ മൈൻഡ് ചെയ്തില്ല. ഡെയിലി യൂട്യൂബ് വീഡിയോസ് ഇട്ടുകൊണ്ട് പോയി, ഡെയിലി പുതിയ ഗെയിമുകൾ കൊണ്ടുവന്നു. അവർക്ക് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം എന്നൊരു വഴി മാത്രം നോക്കിപ്പോയി. അപ്പോൾ ഇതുവരെ ഒരു എയർ ഡ്രോപ്പും കിട്ടാത്തവർക്ക് മനസ്സിലായി എങ്ങനെയാണ് ഒരു എയർ ഡ്രോപ്പ് വർക്ക് ആവുന്നത്, എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് യൂസേഴ്സിന് എയർ ഡ്രോപ്പ് കൊടുക്കുക, കമ്മ്യൂണിറ്റിക്ക് വില കൊടുക്കുക എന്നുള്ള കാര്യം. അപ്പോൾ ഇത് തന്നെയാണ് കഴിഞ്ഞ കുറേ വീഡിയോസായിട്ട് ഞാൻ പറയുന്നത്, എന്തിനാണ് കമ്മ്യൂണിറ്റിനെ എങ്ങനെ വിലയില്ലാതെ കാണുന്നത് എന്ന കാര്യം. അപ്പോൾ എങ്ങനെയാണ് കമ്മ്യൂണിറ്റിനെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡോഗ്സ് പുതുതായി എയർ ഡ്രോപ്പിലേക്ക് വന്ന എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. ഒരു ടാസ്കുകളും ചെയ്യേണ്ട, ജസ്റ്റ് ടെലഗ്രാം ഫോളോ ചെയ്തു, ട്വിറ്റർ ഫോളോ ചെയ്തു, ഡെയിലി ലോഗിൻ ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ചെയ്തവർക്ക് ഡോഗ്സിൻ്റെ എമൗണ്ട് നല്ല രീതിക്ക് തന്നെ കിട്ടി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറയുന്ന ഒരു വേസ്റ്റാണ്. ഇതിൽ ഡെയിലി വന്ന് യൂട്യൂബ് വീഡിയോസ് കാണണം, ആഡ്സ് കാണണം, ഇവരുടെ ഗെയിംസ് കളിച്ച് അതിലുള്ള ആഡ്സ് കാണണം, ടൈം വേസ്റ്റ് ചെയ്യണം, കീസ് കണ്ടുപിടിക്കണം, പസിൽ സോൾവ് ചെയ്യണം, ഡെയിലി സൈഫർ ചെയ്യണം, ഡെയിലി കോംബോ ചെയ്യണം, ഇല്ലാത്ത ടാസ്കുകളൊന്നുമില്ല. അതുപോലെ തന്നെ അച്ചീവ്മെൻറ്റ് ചെയ്യണം, ഇനി പുതുതായിട്ട് എന്തെങ്കിലും വന്നോ എന്നറിയില്ല, സ്കിന്ന് വാങ്ങണം, ഇല്ലാത്തതൊന്നുമില്ല, പ്രോഫിറ്റ് പെർ അവർ കൂട്ടണം, എന്തോരം കാര്യങ്ങളാണെന്ന് നോക്കുക. ഏത് കമ്പനിയാണ് ഇവരെ ബാക്ക് ചെയ്തതെന്നോ അതുപോലെ തന്നെ എത്ര ഫണ്ടിങ് ഉണ്ടെന്നോ ഒന്നും പുറത്തുവിടുന്നില്ല. ക്രിയേറ്റേഴ്സ് ആരാണെന്ന് പോലും പുറത്തുവിടാൻ മടിച്ച് പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആരും അവരോട് ഏണിങ്സ് ഉണ്ടാക്കണ്ട എന്ന് പറയുന്നില്ല, പക്ഷേ പച്ചയ്ക്ക് പറ്റിക്കുന്ന പരിപാടി നിർത്തുക എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാൻ അവസാനമായിട്ട് ചെയ്ത ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ വീഡിയോയിൽ നിങ്ങളോടൊരു കാര്യം ചിന്തിച്ചു നോക്കാൻ പറഞ്ഞിരുന്നു. ഇത്രയും വലിയൊരു പ്രൊജക്റ്റിലേക്ക് എന്തുകൊണ്ടാണ് എക്സ്റ്റേണൽ കമ്പനീസ് വലിയ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാത്തത് എന്നുള്ള കാര്യം. ഇതിൻ്റെ 10-1 പോലും യൂസർ ബേസ് ഇല്ലാത്ത പ്രൊജക്റ്റുകളിലേക്ക് മില്യൺസ് ആണ് എല്ലാ കമ്പനീസും ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് ബൈനാൻസ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനത്തെ കമ്പനീസ് ഒന്നും ഈ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തത് എന്നുള്ള കാര്യം ഞാൻ ചോദിച്ചിരുന്നു. ഞാൻ നിങ്ങളോട് ഈ ഒരു കാര്യം ചിന്തിച്ചു നോക്കാൻ പറഞ്ഞു. അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഈ കാര്യം മനസ്സിലായി, എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങി, എല്ലാവരും ചോദിച്ചു തുടങ്ങി. അപ്പോൾ അതിനുള്ള ന്യായീകരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എയർ ഡ്രോപ്പിൻ്റെ ഒരു പാർട്ട് കമ്പനിക്ക് കൊടുക്കാൻ താല്പര്യമില്ല, മുഴുവനായിട്ട് ഞങ്ങൾ യൂസേഴ്സിനാണ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ആ ഒരു ന്യായീകരണം. എന്തുകൊണ്ട് കമ്പനീസ് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിന് എത്ര മനോഹരമായ ഒരു ആൻസറാണ് ഹാംസ്റ്റർ കോമ്പാറ്റ് തന്നതെന്ന് നോക്കാം. കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, കമ്പനീസ് സിംപ്ലി വരും, അവരുടെ ഫണ്ട് ഈ പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അവർക്ക് ആ ഡിസ്ട്രിബ്യൂഷൻ എമൗണ്ട് ഇവരുടെ യൂസേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എയർ ഡ്രോപ്പായിട്ട്. പക്ഷേ ഇവർക്കത് വേണ്ട. ഇവർ പറയുന്നത് എന്താണ്, ഞങ്ങളെല്ലാം യൂസേഴ്സിനാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് എന്താവണം, യൂസേഴ്സ് ആഡ്സ് കാണണം, ഇവർ വരുന്ന എല്ലാ ഗെയിംസും കളിക്കണം, എല്ലാ ടാസ്കുകളും ചെയ്യണം, കീസ് കണ്ടുപിടിക്കണം, സൈഫർ ചെയ്യണം,
2-3 മണിക്കൂറിൽ സ്പെൻഡ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ചെയ്ത് യൂസേഴ്സിനെ മാക്സിമം കഷ്ടപ്പെടുത്തണം. എന്നാലും ഞങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കില്ല, യൂസേഴ്സിന് മാക്സിമം അഡ്വാൻറ്റേജ് കൊടുക്കാനാണ് ഞങ്ങൾ നോക്കുന്നത്. പക്ഷേ യൂസേഴ്സിനെ മൊത്തം ഞങ്ങൾ പിഴിയുകയും ചെയ്യും. അതാണ് അവർ പറയുന്ന ന്യായീകരണം. അപ്പോൾ ഇതൊക്കെ ആലോചിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇവർക്ക് വേണ്ടത് ക്യാഷ് മാത്രമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രൊജക്റ്റ് ഒരിക്കലും ലിസ്റ്റ് ആവില്ല എന്നല്ല പറഞ്ഞു വരുന്നത്. ടോണിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, പക്ഷേ ടോൺ ഒരു ട്വീറ്റ് ചെയ്താൽ പിന്നെ ടോണിനെ ഈ ഒരു ഭാഗത്തേക്ക് കണ്ടിട്ടേ ഇല്ല. ആംസ്റ്ററിനെ പറ്റി മിണ്ടിയിട്ട് പോലും ടോൺ ബ്ലോക്ക് ചെയിൻ. അതുകൊണ്ട് ഇനി ഏത് ദിവസമാണ് ടോൺ ബ്ലോക്ക് ചെയിൻ ഇവരുടെ സപ്പോർട്ട് പിൻവലിക്കുക എന്നതുപോലും ഇപ്പോൾ സംശയമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ പിൻവലിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ലിസ്റ്റ് ആവുകയാണെങ്കിൽ ഈ ഡേറ്റിൽ തന്നെ ചിലപ്പോൾ ലിസ്റ്റ് ആയേക്കാം. ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ ഈ ഒരു കീസും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ എയർ ഡ്രോപ്പ് കിട്ടിയേക്കാം, കിട്ടിയില്ല എന്നും വരാം. ഇവർ ചെയ്യാൻ മാക്സിമം യൂസേഴ്സിന് ഒഴിവാക്കാൻ തന്നെയാണ് എയർ ഡ്രോപ്പ് തരികയാണെങ്കിൽ. ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും ഈ കീ ഗെയിമും കാര്യങ്ങളൊന്നും കളിക്കാറില്ല. ഇവിടെ മൈനിൽ പോയി കഴിഞ്ഞാലും പ്ലേ ഗ്രൗണ്ടിൽ പോയി കഴിഞ്ഞാൽ കുറേ പുതിയ ടാസ്കുകളും ഗെയിമുകളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ കയ്യിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ 8 കീയാണ് ഉണ്ടായിരുന്നത്. ഏകദേശം ആ വീഡിയോ ഇട്ടിപ്പോൾ 1 മാസം ആവാനായി. ഞാൻ ഒരു ഗെയിം പോലും, ഞാൻ ഉറപ്പിച്ച് പറയാം, ഒരു ഗെയിം പോലും ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റിൽ വന്ന് ഞാൻ കളിച്ചിട്ടില്ല. ഫസ്റ്റ് ഗെയിം വന്നപ്പോൾ തന്നെ എനിക്ക് നെഗറ്റീവ് അടിച്ചു. അത് ഞാൻ അപ്പോൾ തന്നെ വീഡിയോയ്ക്ക് പറയുകയും ചെയ്തു. എൻ്റെ സ്റ്റാൻഡ് ഇപ്പോഴും സെയിം ആണ്. ഈ കീ ഗെയിം ഒന്നും ഞാൻ ഇനി കളിക്കാൻ പോകുന്നില്ല. എനിക്കതിൽ ടൈമും ഇല്ല, വേസ്റ്റ് ചെയ്യണം താല്പര്യമില്ല. ഇനി എയർ ഡ്രോപ്പ് തരുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. കീ ഗെയിം ഉള്ളവർക്ക്, കീസൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, എയർ ഡ്രോപ്പ് കൊടുക്കാം, വളരെ നല്ല കാര്യം. എനിക്ക് തന്നില്ലെങ്കിലും എനിക്കൊരു സങ്കടമില്ല, എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് ഇത്രയും ടൈം ഇതിൽ വേസ്റ്റ് ചെയ്യാനില്ല. ഇതിൽ കൊടുക്കുന്ന ടൈം വേറെയുള്ള പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡബിളോ ട്രിപ്പിളോ ആയിട്ട് ഇത്ര പോലും ഇതിൻ്റെ 10-1 പോലും പണിയെടുക്കാതെ നമുക്ക് ഈസി ആയിട്ട് എയർ ഡ്രോപ്പുകൾ കിട്ടും. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമാണ്, ഹാംസ്റ്റർ കോമ്പാറ്റ് പറയുന്നതോ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് പറയുന്നതോ 100% കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. നിങ്ങളുടെ ടൈം മുഴുവനായിട്ടും വേസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് സ്വന്തം ബ്രെയിൻ യൂസ് ചെയ്ത് ഒന്ന് ചിന്തിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഒരു കുഴപ്പമില്ല. ഞാൻ ആരോട് തടസ്സം പറയുന്നില്ല. ഞാൻ പേഴ്സണലി എൻ്റെ ടൈം ഇതിൽ വേസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അതുപോലെ തന്നെ 1-2 വർഷമൊക്കെ എയർ ഡ്രോപ്പ് ഫാം ചെയ്തിട്ട് എനിക്ക് എയർ ഡ്രോപ്പ് കിട്ടിയ പ്രൊജക്റ്റുകളുണ്ട്. പക്ഷേ ഒന്നിലും ഇതുപോലെ യൂസേഴ്സിനെ പിഴിയുന്ന പരിപാടിയില്ല. എനിക്ക് ടൈം വെയിറ്റ് ചെയ്യുന്നതല്ല പ്രശ്നം, പക്ഷേ ആൾക്കാരെ ശരിക്കും മുതലാക്കുന്നതിലാണ് പ്രശ്നം. ആൾക്കാരെ കുറച്ച് മുതലാക്കാം, എന്നിട്ട് നമുക്ക് അതിൽ എയർ ഡ്രോപ്പ് തരാം, അതിലൊരു പ്രശ്നമില്ല. പക്ഷേ ഒരു രീതിയിലുള്ള വിശ്വാസ്യതയും ഇപ്പോൾ ഇല്ല. ട്രസ്റ്റ് വർത്തിനെസ് മുഴുവനായിട്ട് നഷ്ടപ്പെട്ടു. കാരണം ഒരു പ്രാവശ്യം ഡേറ്റ് മാറ്റി. പിന്നീട് ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാവും ഈ ഒരു ഡോഗ്സിൻ്റെ എയർ ഡ്രോപ്പ് വന്നതുകൊണ്ടാണ്. അതിനെ ന്യായീകരിക്കാൻ ഇപ്പോൾ എല്ലാവരും ഈ ഹാംസ്റ്റർ കോമ്പാറ്റ് സ്കാമാണെന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ അതിനെ ന്യായീകരിക്കാനാണ് ഈ ഒരു ഡേറ്റ് വന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇനി നടക്കുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. സിമ്പിളായുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഒന്ന് എന്ന് പറഞ്ഞാൽ ഈ ഡേറ്റിന് തന്നെ ലിസ്റ്റ് ആവും, എല്ലാവർക്കും എയർ ഡ്രോപ്പ് കിട്ടും. എല്ലാവർക്കും അല്ല, നല്ല രീതിക്ക് കോയിൻസും കാര്യങ്ങളും അതുപോലെ കീസും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ 26 വീണ്ടും ഇവർ ലിസ്റ്റിംഗ് പോസ്റ്റ്പോണ്ട് ചെയ്യും. എന്നിട്ട് പറയും അടുത്ത മാസമാണ് എന്നുള്ള കാര്യം. അപ്പോൾ അതുവരെ നിങ്ങളെ വീണ്ടും ആഡ്സ് കാണിക്കും, ഡെയിലി കോംബോ ചെയ്യിപ്പിക്കും, ഈ ഗെയിംസൊക്കെ കളിപ്പിച്ച് വീണ്ടും അവർ ക്യാഷ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 26 ആവുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ ഈ ഒരു 25 അല്ലെങ്കിൽ 24 ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ടോൺ ബ്ലോക്ക് ചെയിൻ കൈയൊഴുകയും ഹാംസ്റ്റർ കോമ്പാറ്റ് നിർത്തി പൂട്ടിക്കെട്ടി പോവുകയും ചെയ്യും. അതോടെ നിങ്ങളുടെ എല്ലാവരുടെയും ടൈം വേസ്റ്റായി. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് കീസ് ജനറേറ്റ് ചെയ്യുന്ന ഒരുപാട് ബോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ടെലഗ്രാമിലും വെബ്സൈറ്റിലും ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനത്തെ ബോട്ടുകളും അതുപോലെ തന്നെ മാൽ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നവരുടെ അക്കൗണ്ട് ബാൻ ആക്കാനുള്ള സാധ്യതയുണ്ട്. പഠിച്ച കള്ളന്മാരാണ് ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ടീം എന്നുള്ളൊരു ഡയലോഗ് അടക്കം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. സംശയമുള്ളവർക്ക് പോയി കാണാം. അതുപോലെ തന്നെ ഇപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇവർ അങ്ങനത്തെ കീസും കാര്യങ്ങളൊക്കെ ഓർഗാനിക്കലി അല്ലാതെ ഇവരുടെ ഗെയിം കളിക്കാതെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻസ് ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസും നല്ല നല്ല എയർ ഡ്രോപ്സ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.